അബ്കി അദാലത്തിൽ ഐറ്റം ഗേൾ രാഖി സവാന്തിന്റെ മേലുള്ള കുറ്റാരോപണം. പോപ്പുലാരിറ്റിക്ക് വേണ്ടി അവർ വൾഗാരിറ്റി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. രാഖി, താങ്കളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഇപ്പോഴുള്ളതുപോലെയല്ല, കുട്ടിക്കാലത്ത് നല്ല ബോണ്ടയുടെ സൈസിലാണ് ഉണ്ടായിരുന്നത്. അതെ, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ നന്നായി തടിച്ചിട്ടായിരുന്നു. വളരെ വളരെ ഇന്നസെന്റ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. അതായത് കാലം മുന്നോട്ട് പോകുന്തോറും ഓരോ മനുഷ്യരും മാറേണ്ടതായ സാഹചര്യം വരും. പക്ഷേ ഡാൻസ് ഞാൻ കുട്ടിക്കാലം മുതലേ ചെയ്യുമായിരുന്നു. താങ്കളുടെ അച്ഛൻ ആദ്യം നന്നായിട്ട് പഠിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്പെടില്ലെന്ന് പറഞ്ഞിരുന്നു. എന്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ അമ്മ അത്രത്തോളം സ്ട്രിക്റ്റ് അല്ലായിരുന്നു. എന്നാൽ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും കണ്ണാടിയുടെ മുന്നിലോ വല്ലം പോയി ഡാൻസ് ചെയ്താ നല്ല അടി കിട്ടുമായിരുന്നു. മാത്രമല്ല, കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. അച്ഛനുണ്ടോ നോക്കും, ഇല്ലെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഡാൻസ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കട്ടിലിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. രാഖി, താങ്കൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, താങ്കൾ ഒരു വിധത്തിലുള്ള ഡിഗ്നിറ്റിയും കീപ്പ് ചെയ്യാറേയില്ല. അതുപോലെ എന്ത് ഡാൻസാ ഞാൻ കളിച്ചത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ കളിച്ച ഡാൻസൊക്കെ ഈ കാലത്തിന് അനുകൂലമായിട്ടുള്ളതായിരുന്നു. ഞാൻ വെസ്റ്റേൺ ഡാൻസ് കളിക്കുമായിരുന്നു. എനിക്ക് തോന്നിയത് ഞാൻ നന്നായി ഡാൻസ് കളിക്കുമെന്നാണ്. പിന്നെ നിങ്ങൾ എന്നോട് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കാതെ, ഇവിടെ നിറയെ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം എന്റെ ഒരുപാട് വീഡിയോസും കണ്ടിട്ടുണ്ട്. എന്റെ ഡാൻസ് സ്റ്റൈലിഷുമാണ്, സ്റ്റെപ്പ് നന്നായിരിക്കും. എനിക്ക് സ്റ്റെപ്പെല്ലാം പഠിപ്പിച്ചിരുന്ന എന്റെ കൊറിയോഗ്രാഫറാണ്. താങ്കളുടെ കൊറിയോഗ്രാഫിനും പ്രശ്നമൊന്നുമില്ല, സ്റ്റെപ്പിനും യാതൊരുവിധ പ്രശ്നവുമില്ല. താങ്കൾ ഡാൻസ് കളിക്കാൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സാണ് പ്രശ്നം. ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ. കൊറിയോഗ്രാഫർ ഞങ്ങൾക്ക് സ്റ്റെപ്പ് പറഞ്ഞുതരും. ഒരുപക്ഷെ അത് സെക്സി സ്റ്റെപ്പായിരുന്നെങ്കിൽ, സോറി, ഇങ്ങനെ കളിക്കണമെന്ന് പറയും, എന്നാലേ അത് സെയിൽ ആവുകയുള്ളൂ എന്ന് പറയും, എന്നാലേ വീഡിയോ സെയിൽസ് ആവുകയുള്ളൂ എന്ന്. പിന്നെ കോസ്റ്റ്യൂമിനെ പറ്റി പറയണമെങ്കിൽ ഞാൻ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും ഒന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല. സാർ, എന്തിനാണ് എനിക്ക് ഇതുപോലുള്ള ഡ്രസ്സ് തരുന്നത്, എനിക്ക് സാരി തന്നുകൂടെയെന്ന്. നിങ്ങൾ ചുരിദാർ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ആകില്ലെന്ന് പറയും. പിന്നെ നിങ്ങളെ ആരും കാണാൻ ഇഷ്ടപ്പെടില്ലെന്ന് പറയും. ഈ വീഡിയോയ്ക്ക് വേണ്ടി നന്നായി കാശ് ചെലവാക്കുന്നില്ലേന്ന് ചോദിക്കും. പടത്തിന് ഇത്രയും കാശ് ചെലവാക്കുമ്പോൾ വീഡിയോ സെയിൽ അല്ലെങ്കിൽ നഷ്ടമല്ലെന്നും പറയും. ഇതാണ് സാർ നടക്കുന്ന സത്യം. ഞാനിതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അവർ തരുന്ന ഡ്രസ്സ് ധരിച്ചേ മതിയാവൂ സാർ. രാഖി, താങ്കൾ പറയുന്നത് വീഡിയോ ആൽബത്തിന് ഒരുപക്ഷെ ഡയറക്ടർ അങ്ങനെ പറഞ്ഞിരിക്കാം. പക്ഷെ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന സമയത്ത് താങ്കൾ എങ്ങനെ ഡ്രസ്സ് ധരിക്കണമെന്ന് താങ്കളല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ കോലാപൂരിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രശ്നമുണ്ടായി. അതിനു മുമ്പ് ഞാൻ നിറയെ ഷോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ആദ്യത്തെ പാട്ട്. താങ്കളുടെ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ എന്റെ പക്കലുണ്ട്. ഏത് എയർ ഹോസ്റ്റാ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്നത്? സർ, അതെന്റെ ഡയറക്ടർ രാഹുൽ സൂദ്. അദ്ദേഹം പറഞ്ഞു ഞാൻ നേരത്തെ നല്ല ഡീസന്റ് ആയിട്ട് എന്നോട് ഡ്രസ്സ് ധരിക്കുന്നത്. ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് കൊള്ളില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു ഇതിൽ നിങ്ങൾ ഒട്ടും ഗ്ലാമർ അല്ലെന്ന്. ഞാൻ ചോദിച്ചു വാട്ട് യു മീൻ സാർ? അപ്പൊ അദ്ദേഹം കാണിച്ചു ആ ഷർട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട്, ദാ ഇതുപോലെ. അപ്പൊ ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഡയറക്ടർ പറയുന്നത് കേട്ടല്ലേ മതിയാവൂ, ബിക്കോസ് അദ്ദേഹം ആ പടത്തിന്റെ ഡയറക്ടർ അല്ലേ. സോ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞാണ് ഈ ഫോട്ടോ വന്നത്. ഇതിൽ എന്റെ തെറ്റെന്താണ് സാർ? താങ്കൾ പറയുന്നത് താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാത്തിന്റെയും കാരണം ഡയറക്ടറാണെന്ന്. പക്ഷേ ഈ പറയുന്നതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് താങ്കൾ ഓർക്കുന്നുണ്ടോ? സാർ, ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ മാത്രമല്ലല്ലോ പെണ്ണായിട്ട് അഭിനയിക്കുന്നത്. ഇതിലും വൾഗറായിട്ടുള്ള ഒരു മൂവിയുണ്ട്. ആ മൂവിയുടെ പേര് പറയോ ഇല്ലയോന്ന് എനിക്കറിയില്ല. അതിലെ ഹീറോയിനി ഫുൾ ന്യൂഡായിരിക്കും സാർ. ആ ഫുൾ ബോഡിയിൽ ടാറ്റൂസും ഉണ്ട്. അത് കണ്ടില്ലേ? അതുപോലെ ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്റെ എല്ലാ വീഡിയോസും നോക്കൂ. പരദേശിയിൽ മുതൽ ഹോട്ടോ ബേസിബ, ബുഡ്ഡ മിൽഗിയ, മോപ്പത്തി മിർച്ചി, ഇതുപോലുള്ള ക്ലാസിക് വീഡിയോസും നന്നായിട്ട് ഓടിയിട്ടുണ്ടല്ലോ. അതെന്റെ ഡ്രസ്സ് ഷോർട്ട് ആയതുകൊണ്ടല്ലേ, എന്റെ ഡാൻസ് കൊണ്ട് ഓടിയത്. എന്റെ എക്സ്പ്രഷനും പിന്നെ എന്റെ ഡാൻസുമാണ് കാരണം സാർ. ഇവിടെയുള്ള പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും സ്മൂച്ചിങ് കാണും. അതുപോലുള്ള മൂവീസും ഉണ്ട്. അതുപോലുള്ള പടങ്ങളല്ലേ നിരോധിക്കേണ്ടത്. എന്റെ മേലെ മാത്രം പഴിച്ചായിരുന്നതിൽ ഒരു ന്യായവും ഇല്ല. താങ്കളുടെ വീഡിയോകൾ ഫാമിലിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സർ, കാണുന്നുണ്ട്. നിറയെ ഫാമിലി സൈഡിൽ നിന്ന് ഫോൺ കോളും വരുന്നുണ്ട്. 2-3 കുട്ടികളുള്ളവരുടെ അമ്മമാരും പറയുന്നു. ആ ലേഡി പറയുന്നു മാം നിങ്ങൾ വളരെ ഹോട്ടാണെന്ന്. ഫീമെയിൽ, മെയിലിനെ വിട്ടേക്കൂ. അപ്പോൾ എനിക്കൊരു ഉത്തരം പറയുക. എല്ലാം കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത്? ഫറാഹ് ഖാന്റെ മേഹുന പടത്തിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ സെറ്റിൽ നിന്ന് താങ്കൾ പുറത്തേക്ക് വരുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത്. പിന്നെ വീട്ടിലേക്ക് ബുർക്ക ധരിച്ച് പോകേണ്ട സ്ഥിതി വന്നല്ലോ. ഫറാഹ് ഖാൻ പടത്തിന് ഞാൻ ഓഡീഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ
അവര് പറഞ്ഞു നിങ്ങൾ വരുമ്പോ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണമെന്ന്. ഷാരൂഖ് ഖാന്റെ പടത്തിലേക്ക് ഓഡിഷൻ കൊടുക്കാൻ വേണ്ടി. ഇതിനു മുമ്പ് ഞാൻ ഒരു മൂവീസും ചെയ്തതുകൊണ്ട് ഞാൻ ഫ്ലാറ്റിൽ നിന്ന് എങ്ങനെ താഴെ ഇറങ്ങാനാ? ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട്. സോ എനിക്ക് എങ്ങനെ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റിയെന്നറിയില്ല. ഞാൻ ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് അതിന്റെ മേളിൽ ബുർക്ക ഇട്ടു. അപ്പൊ എനിക്ക് ബിൽഡിംഗിൽ നിന്ന് ഈസി ആയിട്ട് ഇറങ്ങി വരാൻ പറ്റുമല്ലോ. അതിനുശേഷം ഞാൻ പോയി ഓഡിഷനിൽ പങ്കെടുത്തു. അവിടെ ഉള്ളവർ ഇത് കണ്ട് പേടിച്ചിട്ട് ഇവളെങ്ങനെ ബുർക്ക ഇട്ടിട്ട് ഓഡിഷനിൽ പങ്കെടുക്കുമെന്ന് ചോദിച്ചു. അപ്പം അവര് പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. കാരണം ഞാൻ ബുർക്ക ഇട്ടുകൊണ്ട് വന്നത്. അകത്ത് ഷോർട്ട് ഡ്രസ് ഉള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ ഓഡിഷൻ ചെയ്യാവുന്നു. അവര് പറഞ്ഞു നിങ്ങളെ ആവശ്യമില്ല, ഒരു ടീനേജിനെയാണ് ആവശ്യമെന്ന്. അതും സ്വീറ്റ് ലുക്കിംഗ് ഗേൾ ആയിരിക്കണം, ഒരു മിനി സ്കർട്ട് ഇട്ടിരിക്കണം എന്നൊക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ക്യാമറ ഓൺ ആക്കാനായിട്ട്. അവിടെ ഷാരൂഖ് ഖാനും ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു ശരി എന്തെങ്കിലും ചെയ്യും, ക്യാമറ ഓൺ ആക്കി എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ. ക്യാമറ ഓൺ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്തു, അതായത് ബുർക്ക ഓപ്പൺ ചെയ്തു. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ഐബ്രോയും ചെയ്തില്ല, വാക്സും ചെയ്തില്ല. എന്നിട്ടും പടത്തിന് വേണ്ടി ഞാൻ ഫ്ലൈറ്റ് കയറി. ജസ്റ്റ് ബിക്കോസ് ഓഫ് ഷോർട്ട് ഡ്രസ്. അവരെന്നെ സെലക്ട് ചെയ്തു. എനിക്ക് ആ പടത്തിൽ വലിയൊരു റോളായിരുന്നു ഉണ്ടായിരുന്നത്. ഷാരൂഖ് ഖാൻ സാറിന്റെ ഫൈറ്റ് കാരണം എന്റെ റോളെല്ലാം അവർ കട്ട് ചെയ്ത് ചെറുതാക്കി കളഞ്ഞു. പിന്നെ ഷോർട്ട് ഡ്രസ്സിലുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? താങ്കളെ പോലുള്ള പെൺകുട്ടികൾക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ചാൻസ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഷോർട്ട് ഡ്രസ് ഒക്കെ ധരിക്കണമെന്നാണോ പറയുന്നത്? ഇന്ന് ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രി വന്നിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു ഹൈപ്പപ്പ് കിട്ടിയത്. ഞാൻ 4 വർഷം കഷ്ടപ്പെട്ട് പോവാത്ത സിനിമ ഓഫീസുകളിലായിരുന്നു. പിന്നെ ഫോട്ടോ കാണിച്ചു, ഓഡിഷനിൽ പങ്കെടുത്തു. ജനങ്ങൾ തെറ്റായിട്ട് പറയുന്നൊക്കെ ഞാൻ കേട്ടുകൊണ്ട് കരഞ്ഞിട്ട് വരേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോഴും എന്റെ അമ്മ സ്നേഹത്തോട് പറയുന്നു സാരമില്ല മോളേന്ന്, ഒരു ദിവസം നിനക്ക് ഈ സിനിമയിൽ നല്ലൊരു വേഷം കിട്ടുമെന്നും പറയായിരുന്നു. മേ ബി എനിക്കൊരു ഹീറോയിനി റോളൊന്നും കിട്ടിയിരിക്കില്ല. പക്ഷെ ഞാൻ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ടായിരിക്കും എനിക്കിത് കിട്ടാതിരിക്കുന്നത്. പക്ഷെ ഞാൻ സ്ട്രഗിൾ ചെയ്താണ് വന്നത്. ആദ്യം ഞാൻ ഐറ്റം ഗേളായിട്ടാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. സോ ജനങ്ങളെ, ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ചാൻസിന് വേണ്ടി ഞാൻ ആരുടെയും കൂടെ പോയിട്ടില്ല. ചെറിയ ഡ്രസ്സ് ഇട്ടതുകൊണ്ടാണ് എനിക്ക് ചാൻസ് കിട്ടിയത്. ഇതാണ് സത്യം. ദാ നോക്കൂ സാർ, ഇക്കാര്യങ്ങളൊക്കെ താങ്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനാണ് വന്നത്. താങ്കൾ എന്താ പറഞ്ഞു വരുന്നത്? ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ ഓഫറുകൾ വരുന്നു, കാസ്റ്റിംഗ് കൗച്ച് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ നടക്കുന്നുണ്ട് സാർ. വലിയ വലിയ ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അവരൊക്കെ കുറച്ച് ഡീസന്റ് ആണ്. പക്ഷെ കുറച്ചു പേര് ഈ ഫിലിം ഇൻഡസ്ട്രി ഏത് രീതി മോശമാക്കുന്നുണ്ടെന്നറിയോ? അതായത് ഈ ഇൻഡസ്ട്രിയെ വളരെ മോശമാക്കുന്നു. അതിൽ കുറച്ചു പേരുണ്ട്, കുറെ ആക്ട്രസും ഉണ്ട്. സർ, താങ്കളുടെ ചാനൽ കാണിച്ചിട്ടുണ്ടല്ലോ ആ ആക്ടറിന്റെ കോസ്റ്റ്യൂം കൗച്ചിനെ പറ്റി. ചില പേര് ഇങ്ങനെയുണ്ട് സാർ. പാവ സ്ത്രീകളാണെങ്കിൽ ലൈഫ് ജയിക്കാൻ വേണ്ടി ആശപ്പെട്ട് ഇങ്ങോട്ട് വരും. ഹീറോയിനി ആകണം, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന്. പക്ഷെ അവരെ പലരും മിസ്യൂസ് ചെയ്യുന്നു സാർ. ഇതുപോലെ കുറച്ച് ഡയറക്ടേഴ്സും ഒരുപാട് സി ഗ്രേഡ് ആൾക്കാരും ഉണ്ട്. അവർക്ക് ആക്ടിങ്ങും ഡാൻസും ഒന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്. അവർ പറയുന്നത് സ്കിൻ ടെസ്റ്റ് എടുക്കാവുന്നു. അത് സ്കിൻ ടെസ്റ്റ്, സ്ക്രീൻ ടെസ്റ്റ് അല്ല, സ്കിൻ ടെസ്റ്റ്. അതെന്തിനാ? സ്ത്രീകൾക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലി കൊടുത്താൽ പോരെ? സാർ, എന്റെ അടുത്ത് നല്ല ടാലന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടാലന്റ് ഒക്കെ ഓഡിയൻസിന്റെ അടുത്ത് കാണിച്ചാൽ മതിയെന്ന് പറയും. ആദ്യം നിങ്ങളുടെ ടാലന്റ് ഞങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി പറയും. രാഖി, താങ്കൾ കുറ്റം മുഴുവനും അവരുടെ മേലാണ് ചുമത്തുന്നത്. പക്ഷേ പെൺകുട്ടികൾ എങ്ങനെയുള്ള ഫോട്ടോസാണ് കൊടുക്കുന്നത്, എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്? സ്ത്രീകൾക്ക് വേറെ വഴിയില്ല. അവര് ഗ്രാമത്തിൽ നിന്ന് വരുമ്പോ 2 സൈഡിലും മുടിയൊക്കെ പിന്നിയിട്ട് ഹാഫ് സാരിയൊക്കെ എടുത്താണ് വരുന്നത്. ബോംബെയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയായി മാറും. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതാണ് നടക്കുന്നത്. രാഖി, ഇവിടെ വന്നിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള ജനങ്ങളോട് നമുക്ക് ചോദിക്കാം, ആർക്കൊക്കെ ഇത് വൾഗറായിട്ട് തോന്നുന്നുണ്ടെന്ന്. ആർക്കൊക്കെ ഇത് വൾഗറായിട്ട് തോന്നുന്നോ അവരെല്ലാം കൈ ഉയർത്തുക. രാഖി, ഇവരാണ് തീരുമാനിക്കുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. സർ, ഇത് വളരെ തെറ്റാണ്. എല്ലാരും എന്റെ വീഡിയോ കാണുന്നവരാണ്. എല്ലാവർക്കും എന്റെ ഫോട്ടോയും വേണം. ഇതെല്ലാം തെറ്റാണ്. ഇവിടെ പൊളിറ്റിക്സ് ആണ്. താങ്കൾക്കറിയാമോ, ബനാറസിൽ സാരി ഉണ്ടാക്കുന്നവർ, സാരി മേക്കേഴ്സ്, അവർ താങ്കൾക്ക് ഒരു സാരി അയച്ചു തന്നതായിട്ടാണ് കേട്ടത്. മൈ ഗോഡ്, എനിക്കറിയില്ല. അതിനെപ്പറ്റി ഒരു ന്യൂസ് പേപ്പറിൽ വന്ന എന്താണെന്ന് വെച്ചാൽ അവർ താങ്കൾക്ക് ധാരാളം സാരികൾ അയക്കുകയാണ്, അതായത് താങ്കൾ ഫുൾ കവർ ചെയ്യാൻ വേണ്ടി. സാർ, ഞാൻ ഇതുപോലുള്ള പടങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ സഞ്ജയ് ലീല ബൻസാലിന് എനിക്ക് അവസരം കിട്ടിയ സാരി ആയിരിക്കും കൊടുക്കുക. എന്നെ ഷോർട്ട് ഡ്രസ് വിടാൻ അനുവദിക്കില്ല. ഓരോ ഡയറക്ടേഴ്സിനും വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ മഹേഷ് ഭട്ടിന്റെ പടമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതുപോലുള്ള ഡ്രസ്സായിരിക്കും ധരിക്കുക. അദ്ദേഹം ഇതുപോലുള്ള കോസ്റ്റ്യൂം ആയിരിക്കും എനിക്ക് തരിക. താങ്കൾക്ക് ഇതുവരെ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് കിട്ടിയിട്ടില്ല? അങ്ങനെയുള്ള ഡയറക്ടറെ ഇതുവരെ കിട്ടിയില്ല സാർ. ഞാൻ സത്യമാണ് പറയുന്നത്. ഇതുപോലെ അങ്ങനെയൊന്നും കിട്ടിയിട്ടേ ഇല്ല. സാരി ഉടുത്തു കഴിഞ്ഞാൽ മൂവിയിൽ അഭിനയിപ്പിക്കാന്ന് ആരും പറഞ്ഞിട്ടുമില്ല. അവർക്ക് ഇതാണ് വേണ്ടത്. എന്റെ അഖ്യാനമാർ പാട്ട് എന്ത് നല്ലതാണ്. അഖ്യാനമാർ, നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ പ്രീതി നന്ദിയാനോട് ചോദിച്ചു, സാർ എന്റെ കോസ്റ്റ്യൂം എവിടെയെന്ന്. ഹാങ്ങറിലാണെങ്കിൽ ഒരു 2 പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പേടിച്ചു പോയി ചോദിച്ചു, സാർ ഇത് ഞാൻ എങ്ങനെ ഇടുമെന്ന്. പക്ഷെ എനിക്കത് ധരിക്കേണ്ടി വന്നു. കാരണം
അതൊരു നല്ല പാട്ടായിരുന്നു. ഒരുപക്ഷേ ഞാനതിട്ടില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും ഇടുമായിരുന്നു. എനിക്ക് വരുന്ന നല്ല പാട്ടെല്ലാം ഞാൻ എന്തിനു മിസ് പക്ഷെ ചെയ്യണം? വൾഗാരിറ്റി താങ്കളുടെ ഡാൻസിലും താങ്കളുടെ വർക്കിലും തീർച്ചയായും ഉണ്ട്. പിന്നെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഈ വൾഗാരിറ്റി ശരിക്കും യൂസ് ചെയ്തിരിക്കുകയാണ്. അതെ സാർ, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചത്. ഇതിനു ശേഷം ഞാൻ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കില്ല. ഇത് ഈ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? അതെ.